ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് കോൾ വന്നിട്ടുണ്ട് കൊറിയർ ഓഫീസിൽ നിന്ന്. നേരെ സാധനം എടുത്തിട്ട് വരട്ടെ. ആള് കൂടെ കത്തിയൊക്കെ റെഡിയായി നിൽക്കുന്നത് അൺബോക്സിങ് ചെയ്യാൻ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിഷൊക്കെ അൺബോക്സ് ചെയ്യണത്. അപ്പോൾ ഞാൻ അപ്പോൾ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ട് വരാം പോയിട്ട്. ഫ്രണ്ട്സ്, ഈ കൊറിയർ നമുക്കൊരു സ്പെഷ്യലാണ്. നമ്മുടെ കോൾ വന്നപ്പോൾ തന്നെ നേരെ പ്രൊഫഷണൽ കൊറിയറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓട്ടങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് വന്ന വഴിയൊക്കെ എടുക്കുള്ളൂ. പക്ഷേ ഈ ഒരു കോൾ വന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ വന്ന് ഈ സാധനം എടുക്കാനാണ് വന്നത്. നമുക്ക് കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനം വേണ്ട, അന്വേഷിച്ചിട്ട് കിട്ടാനുണ്ടാകുന്നില്ല. അങ്ങനെ അതേ സന്തോഷത്തോടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടെയാണ് സാധനം ഉള്ളത്. അപ്പോൾ ചേച്ചിനോട് മേടിച്ചിട്ട് നമുക്ക് സാധനം എടുക്കാം. ഇവിടെ ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്, അത് എല്ലാവർക്കും അറിയാൻ പറ്റൂട്ടാ. അപ്പം ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇതെല്ലാം എടുത്തത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ഇവിടെ വന്നെടുക്കണം, ആ ഒരു സന്തോഷം നിങ്ങൾക്കിവിടെ പങ്കുവെക്കണം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ ഇത് സാധനം വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാധനം എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ എല്ലാ കൊറിയറും വരുന്നത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞാണ്, നമുക്ക് കൊറിയർ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, നമുക്ക് സാധനം കിട്ടും. സാധാരണ എല്ലാവർക്കും ഡൗട്ടുണ്ട്, ചേട്ടാ അവിടെ എന്തെങ്കിലും കൊടുക്കണം, ID കാർഡ് കൊടുക്കണം, പൈസ കൊടുക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പൈസ ഒന്നും കൊടുക്കണം, പൈസ കൊറിയർ അടക്കുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടാണ് എല്ലാ ഫിഷിൻ്റെ അടക്കണത്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഒപ്പിട്ട് മേടിച്ചാൽ മാത്രം മതി. ഇതേ ചേച്ചി സാധനം അതിലൊരു സ്റ്റിക്കർ ഉണ്ടാവും, അത് പൊളിച്ചെടുത്തിട്ട് നമുക്ക് സാധനം തരും. അപ്പോൾ ഇതേ കൊറിയർ വന്നിരിക്കുന്നത് വേറെ എങ്ങൊന്നുമല്ല, ഗ്രീൻ ഐ പെറ്റ് സിറ്റി. അപ്പോൾ ബ്രോനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ പെറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ മെയിൻ ബീറ്റാസ് ഉണ്ട് കേട്ടോ. ബീറ്റാസിൽ നമ്മൾ തിരക്ക് കിടന്നിട്ട് കുറേ നാൾക്ക് ശേഷം കിട്ടിയ ഒരു ഐറ്റം വളരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു സാധനം എന്താണ് ബ്രോക്ക് തന്നു കഴിഞ്ഞാൽ സാധനം തീരുമെന്നൊക്കെ പറഞ്ഞു. നല്ല എൻക്വയറി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടിക്കാനായിട്ട് വന്നപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ, വണ്ടി ഇരിക്കുന്നത് കണ്ട് അങ്ങനെ എന്തായാലും മനസ്സിലായി കസ്റ്റമർ ഉണ്ടെന്ന്. അപ്പോൾ അകത്ത് നിന്നപ്പോൾ ആൾക്കാർ ഫിഷിനെ സെലക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് ഇവരെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി എടുക്കാം കേട്ടോ. അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പോൾ സാധനമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് കസ്റ്റമറിനെ അയച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്തരാം. അപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്യാൻ വേണ്ട, അൺബോക്സ് ചെയ്ത് കാണാം എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്ന്, എന്താണ് ഫിഷ് എന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് കുത്തിക്കാൻ വേണ്ട പൊടിയല്ലേ. ഇതിലൂടെ നമുക്ക് ഫിഷിനെ കാണാം കേട്ടോ. ഡബിൾ പാക്കിംഗ് ആണ് സാധനം വന്നേക്കുന്നത്. ഓക്കെ, അടുത്ത ഫിഷ് വന്നിട്ടുണ്ട്. ഇതെല്ലാം വൈൽഡാണ് കേട്ടോ. എങ്ങനെയുണ്ട് മോള്? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ല, വൈൽഡ് ബെറ്റാസാണ്. വൈൽഡ് ബെറ്റാസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഏലിയൻ്റെ കളർ വേരിയേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ എടുത്തിട്ടുണ്ട്, കോപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ കാർബൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വെറൈറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി തന്നെ, നല്ല അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഡബിൾ പാക്കിംഗ് ആണ്. എന്തായാലും പാക്കിങ് പൊട്ടിച്ചാലേ ഇവരെ ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ അവർ നല്ല ഡ്രസ്സൊക്കെ അടിച്ച് നിൽക്കണായിരിക്കും. അപ്പോൾ അവരുടെ കളർ മങ്ങി തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതേ ബോക്സ് കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മാളും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇങ്ങനെ നമുക്ക് ഡബിൾ പാക്കിംഗ് ആണ്. ഇത് അയച്ചിട്ട് നമുക്കൊന്ന് കണ്ടീഷൻ ചെയ്തിട്ട് അക്കൂറത്തിലിട്ട് കാണിച്ചു തരാം ക്വാളിറ്റി എങ്ങനെയാണ്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മൾ എടുത്തത് ഗ്രീൻ ഐ പെറ്റ് സിറ്റി ആറ്റിങ്കൽ. അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടാം കേട്ടോ ഇക്കടെ നമ്പർ. അപ്പോൾ ഇക്ക വളരെ താങ്ക്സ് ഉണ്ട്. നമുക്ക് കുറേ നാൾ അന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞൊരു സാധനമാണ്. ഇക്കടയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലൂടെ ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും സാധനത്തിന് ഒന്ന് കണ്ടീഷൻ ചെയ്യാറുണ്ട്. ഞാൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഫിഷിനെ കിട്ടാനാകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വെള്ളം പിടിച്ച് വെക്കും. അതേപോലെ തന്നെ ആഡ്മല്ലിപ്പ് പറഞ്ഞ് ഇട്ട് വെക്കും. അത് ഒരു 2 ദിവസം മുമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കളർ ചേഞ്ച് ഉണ്ടാവും. വെള്ളത്തിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി കണ്ട. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ പുതിയതായിട്ട് വരുന്ന ബീറ്റാ ഫിഷിനെയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അവർ കുറച്ച് കണ്ടീഷൻ ആകാൻ സുഖമായിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ഡബിൾ പാക്കിങ് ആവശ്യമില്ല, മാറ്റിയിട്ട് സിംഗിൾ പാക്കിങ് ആക്കിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്
ടെമ്പറേച്ചർ സെറ്റ് ആകാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് അയച്ചു വിടാം. അപ്പോഴത്തേക്കും അതിങ്ങൊന്ന് റിലാക്സ് ആവും. അതിന് ശേഷം നമുക്ക് നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി, ഈ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കും സൗണ്ടൊക്കെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞായിരുന്നു. ചുമയും പനിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇനി വീഡിയോ ഞാൻ അവരുടെ ക്വാളിറ്റിയൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഡബിൾ പാക്കിംഗ് ഒക്കെ മാറ്റി സാധനത്തിന് എല്ലാത്തിനും ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീറ്റാസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. നമുക്ക് ഇപ്പോൾ ബീറ്റാസ് സെയിലിനായിട്ട് കുറച്ച് പീസത്തുള്ളൂ. ഇത് ലാവണ്ടർ ഡെമ്പോയാണ്, അതിൻ്റെ കുറച്ച് വേറെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്ലക്കാർഡ് വെറൈറ്റി സ്നോ വൈറ്റ് ഡ്രാഗൺ ഇല്ലേ, ഡ്രാഗൻ്റെ കുറച്ച് പേര് ഉണ്ടാവും. പിന്നെ ഉള്ളത് റെഡ് സാമുറായാണ്, റെഡ് സാമുറായുടെ കുറച്ച് പേരുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ വൈൽഡ് മഹാച്ചായിയുടെയൊക്കെ മെയിൽസൊക്കെ ഉണ്ടാവുള്ളൂ. അത് പെയറൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടെ. ഇവരൊക്കെ നല്ല ബ്രീഡിങ്ങിനായിട്ടുള്ള സൈസായിട്ടുള്ളതാണ് കിടക്കുന്നത്. സ്നോ വൈറ്റ് ഡ്രാഗൺ ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ അയച്ചുതരാം ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടാ. നല്ല എല്ലാവരും ബബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രീഡിങ്ങിന് സെറ്റായിട്ടിരിക്കണ പേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാമിൻ്റെ അപ്ഡേഷൻ ആട്ടോ. ബീറ്റയുടെ സെയിലിനായിട്ടുള്ള കുറച്ച് പീസ് കിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരൊക്കെയാണ്. അടുത്ത ബീറ്റാസൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തേണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ ബ്രീഡ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് എല്ലാ മെയിൽസൊക്കെയാണ്. ഇത് നമ്മുടെ വയലിൻ്റെ മഹാച്ചായുടെ ഒക്കെ ബ്ലൂ, അതേപോലെ ഗ്രീൻ, ഇത് റെഡ് സ്പെൻഡറിൻ്റെ, അങ്ങനെ കുറച്ച് മെയിൽസ് മാത്രമേ ഉള്ളൂ. മെയിൽസിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. വൈൽഡിൻ്റെ മെയിൽസ് ഇത് ബ്ലൂ മഹാച്ചായുടെ മെയിലാണ്ട്. അത് ബബിൾസൊക്കെ ഇട്ട് നിൽക്കണതാണ്. ബ്രീഡിങ്ങിന് പറ്റിയൊരു സൈസാണ്. അധികം വലിയ സൈസല്ല, ഒരു ബ്രീഡിങ്ങിനായിട്ടുള്ള ഒരു സൈസാണ് സാധനം. ബബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട. അപ്പോൾ അടുത്ത നമ്മുടെ ഫിഷിനെയൊക്കെ കാണാം. ഇത് ആദ്യം തന്നെ എടുത്തത് നമ്മുടെ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഏലിയനാണ്. ബ്ലൂ ഏലിയൻ്റെ നിങ്ങൾ പ്രത്യേകത നോക്കിയാൽ മെയിലിൻ്റെ കളർ ഇതുവരെ ഞാനിപ്പോൾ ഇട്ടുള്ളൂ ഈ അക്കൂറത്തിലേക്ക് രണ്ടിനെയും പിടിച്ച്. പക്ഷെ മെയിലിൻ്റെ കളർ നോക്കി നല്ല ബ്ലൂ ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സാധാരണ വൈൽഡിൻ്റെ അറിയാമല്ലോ, എടുത്ത് ഇടുമ്പോൾ തന്നെ കളർ ഇതാണ്. നിങ്ങൾ ഫീമെയിൽ നോക്കിയാൽ മനസ്സിലാവും. ഫീമെയിൽ കുറച്ച് കളർ ഡിമ്മായിട്ടുണ്ട്. സാധാരണ ഫീമെയിൽസിന് കളർ ഡിമ്മുമായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ എടുത്ത് ടാങ്കിലേക്ക് ഇട്ടാണ്ട് അത് നല്ലോണം കളറ് ഡിമ്മായി നിൽക്കണേ. പക്ഷേ മെയിലിന് നോക്കിയാൽ ഒരു വ്യത്യാസമില്ല. നിറച്ച് ആ ബ്ലൂ ആയിട്ട് തന്നെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണേ കണ്ട. ഇതാണ് ഈ വൈൽഡിൻ്റെ ഏലിയൻ്റെ പ്രത്യേകത. അതായത് കളർ പെട്ടെന്ന് മാറത്തില്ല. ചെറുതിലാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. സൈസ് ആകും തോറും ഈ കളറ് അവർ പെട്ടെന്ന് പേടിച്ചാലും പെട്ടെന്ന് മാറത്തില്ല. ഇത് നമുക്ക് കൊറിയർ വന്നില്ല നമുക്ക്. അപ്പോൾ ആ പാക്കറ്റിനകത്ത് വരെ ഈ കളർ തന്നെ ഉണ്ടായിരുന്നു. ഏലിയൻ്റെ പ്രത്യേകത ഉണ്ട്. ചില ഫിഷ് പിന്നെ ഡള്ളാകാൻ ചാൻസ് ഉണ്ട്. സാധാരണ വൈൽഡൊക്കെ എല്ലാം തന്നെ ഡള്ളാവും. പിന്നെ നമ്മുടെ ടാങ്കിനായിട്ട് അക്കൂറത്തിനായിട്ടൊക്കെ സെറ്റായി കഴിയുമ്പോഴത്തേക്കുമാണ് അവരുടെ കളർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴേ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം ഇങ്ങനെ ഇട്ടാലും സാധനം നല്ല കളറായിട്ട് തന്നെ ഇരിക്കും. നല്ല ആക്റ്റീവായിട്ട് അത് ഇപ്പം ഇട്ടിട്ട് ഉള്ള ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഏലിയൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഏലിയന് ഫാൻസ് കൂടുതൽ കേട്ടോ. വൈൽഡിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോൾ ഏലിയനാണ്. ഇനി മാറുമെന്നറിയില്ല. ഞാൻ തിരക്കി ഇപ്പോൾ കണ്ടെത്തിയതിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല കളറാണ് ബ്ലൂ. അത് കഴിഞ്ഞത് നമ്മുടെ ഇത് കാർബണാണ്. കാർബൺ എന്ന് പറഞ്ഞ ഒരു കളറുണ്ട്. ഇവരെയും പെട്ടെന്ന് ഇട്ടുകൾ സാധാരണ കളർ മങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ കിടക്കണത് കളർ മങ്ങിയിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട്. ഈ കാർബണിൻ്റെ നല്ല കളറാണ്. പിന്നെ രാത്രി ആയ കാരണം ലൈറ്റിൻ്റെ ഇതും കാരണം നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്നറിയില്ല. പക്ഷേ കാർബണിൻ്റെ നല്ല കളറായിരുന്നു. അതിൻ്റെ ബാക്കിൽ കിടക്കണത് ഞാൻ ഇപ്പോൾ പിടിച്ചിട്ടുള്ളൂ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പക്ഷെ നമുക്ക് ആ സമയം ഇല്ലാഞ്ഞ കാരണം പെട്ടെന്ന് എടുക്കുകയും ചെയ്തത്. അടുത്ത വീഡിയോ എടുക്കാനായിട്ട് അതിനെ അടുത്ത ബാക്കിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും മെയിലിൻ്റെ കളർ ഒക്കെ ആയിരുന്നു. ഫീമെയിൽ ഒന്നും കൂടി ഇതാകാനുണ്ട്, റെഡി ആവാനുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ബ്ലൂ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും കാർബൺ ആണെങ്കിലും അത്യാവശ്യം നല്ല കളർ തന്നെ കാണിക്കണം. ഇടുമ്പോഴും ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. രാത്രി കണ്ട നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചാർജ് ചെയ്ത് വെച്ചാൽ നമ്മുടെ എമർജൻസി ലൈറ്റാണ്, അതൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. സാധനം നല്ല ഇതാണ്. ഇട്ട ഒരു പേടി ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഈ ബ്ലൂ ഏലിയൻ്റെ വീഡിയോ എടുക്കാൻ നല്ല ഇതാണ്. നല്ലോണം ഫ്ലയർ ചെയ്ത് തന്നു ഇട്ടപ്പോൾ തന്നെ സാധനം. ഇവർ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് ആൾക്കാർ. കുറേ നേരം ഞാൻ ഇട്ടിട്ട് രാത്രി ആയിട്ടുണ്ട്, മൊത്തം ഇരുട്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ആൾക്കാർ റെഡി ആയിട്ടില്ല. രാത്രി ഇതും കൂടി ആയിരുന്നു. പിന്നെ വന്നുള്ളല്ലോ അതിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നെ ഇപ്പോൾ പിടിച്ച് ടാങ്കിലേക്ക് ഇട്ടിട്ടുള്ളൂ. സാധാരണ മറ്റ് ബീറ്റ ഫിഷൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഇന്ന് നാളെ നോക്കാട്ടോ നമുക്ക്. ഇതിനെ ഇപ്പം കാണിക്കുന്നില്ല. ഇതിൻ്റെ ഇത്രയൊക്കെ എടുത്തിട്ട് നിർത്തണേ.
അതേ പിറ്റേ ദിവസം അതായത് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇതേ മെയിൽസൊക്കെ ബബിൾസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിലിനെ അപ്പുറത്തിപ്പുറത്തും കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിലിൽ എന്തായാലും ബബിൾസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബ്രീഡിങ്ങിനായിട്ടുള്ള ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫീമെയിലിനെ കൂടി കണ്ടീഷൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് കാർബണും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇതും ബബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഫുഡ് കൊടുത്തപ്പോൾ ബബിൾസ് അധികം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവർ രണ്ടാമത് പിന്നെ ഇട്ടേണ്ട. ഇത് ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സാധനത്തിന് അതേ കളർ വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ എടുക്കുമ്പോൾ ഫുഡ് കൊടുക്കാനൊക്കെ വരുമ്പോൾ ഇച്ചിരി പേടിയുണ്ട്, താഴത്തെ വിളിച്ചിരിക്കുകയാണ്. എങ്കിലും റെഡി ആയിക്കോളും. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ഇത് കോപ്പറാണ് കേട്ടോ. കോപ്പർ നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേടിച്ച് തന്നെ ഇരുന്നിച്ചത്. അതേപോലെ ചെറിയ പേടി ഇപ്പോഴും ഉണ്ട്, ആളടിയിൽ പൊളിച്ചിരിക്കണേ. പിന്നെ വീഡിയോയിൽ കാണിക്കാൻ ഒരാൾ ഗ്രീൻ ഉണ്ട് കേട്ടോ. ഗ്രീൻ്റെ ഒരു ഫീമെയിൽ ഉണ്ട്. ഗ്രീൻ്റെ ഫീമെയിൽ കളറൊക്കെ നല്ല ഗ്രീനായിട്ട് കിടക്കുന്നുണ്ട്. ഇത് കാർബണിൻ്റെ കാർബണിൻ്റെ ഫീമെയിൽ ഉണ്ട്, നല്ല കളറായിട്ടുണ്ട് കാർബണൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ബ്രീഡിങ് ഇറക്കുന്നതിന് മുമ്പ് മെയിലിനെയും ഫീമെയിലിനെയും കാണാതെ ഇതേപോലെ സെപ്പറേറ്റ് എന്തെങ്കിലും ബോട്ടിൽസൊക്കെ മറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അവർ നല്ല ആക്റ്റീവായിരിക്കും. അവരുടെ ഹെൽത്ത് ബ്രീഡിങ്ങിനുള്ള ഹെൽത്ത് സെറ്റാകണമായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവർ ചാടുന്ന ടീമാണ്. വൈൽഡ് പെറ്റാസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ചാടും. അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ മൂടി വെക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്ലക്കാർട്ട് വെറൈറ്റി ബ്രീഡിങ്ങിന് ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ ബ്രീഡിങ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോസ്, അതിൻ്റെ മുമ്പത്തെ വീഡിയോ പ്ലക്കാർട്ടിനെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കുന്ന ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നല്ലോണം എഗ് ചെയ്ത് ബബിൾസും എഗ്ഗൊക്കെ ഇട്ടിരിക്കുന്നുണ്ട. അപ്പോൾ ഇവരുടെ ബ്രീഡിങ്ങിൻ്റെ കുറിച്ച് അറിയാനാണെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കോ. നമ്മുടെ ചാനലിൽ പ്ലക്കാർട്ട് വെറൈറ്റി ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. ഇനി വൈൽഡിൻ്റെയും നിങ്ങൾക്ക് പലരും പറയാറുണ്ട് വൈൽഡിൻ്റെ ബ്രീഡിങ് ഇച്ചിരി സീനാണ്, അതെങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈൽഡിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുക കേട്ടോ. ഇത് നമ്മുടെ ഒരു OHM അത് റെഡ് കോപ്പറാണ് അതിൻ്റെ ഉണ്ടാക്കി കിടക്കണം. ബ്രീഡിങ്ങിൻ്റെ ഫീമെയിലിനെ പഠിച്ചിരുന്നതാണ്. അതിൽ അവർ ബബിൾസ് എഗ്ഗും ചെയ്തിട്ടുണ്ട്. ഇനി ഫീമെയിലിനെ പിടിച്ച് മാറ്റാൻ സമയമുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവരുടെ വീഡിയോ, അതായത് വൈൽഡ് പെറ്റാസിൻ്റെ വീഡിയോയും കൂടി നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേ കോപ്പറൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ്. ബ്ലൂവിനായിട്ട് ഇപ്പുറത്ത് കിടന്ന് ഫൈറ്റാണ് ആൾ. നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്, ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അവരുടെ ഒരു ഹെൽത്തും ടൈൽ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ആ സാധനം നമ്മൾ കവർ ചെയ്ത് വെക്കല്ലേ, അതൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. ഇത് കണ്ട ഇപ്പോൾ നല്ലോണം ഫ്ലെയർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഫ്ലെയർ ചെയ്യുമ്പോഴാണ് അവർക്ക് നല്ല ഹെൽത്തും പിന്നെ ടൈൽ ക്വാളിറ്റിയൊക്കെ പെട്ടെന്ന് സെറ്റാകുന്നത്. അത് ചെറുതിൽ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്യാം, വലുതാകുമ്പോഴും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ടൈൽ ക്വാളിറ്റിയും അവരുടെ ഹെൽത്തൊക്കെ വരും. അല്ലെങ്കിൽ ഫിഷ് ഇങ്ങനെ ഡള്ളായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ടൈമിലൊക്കെ മാറ്റിയിട്ട് മറ്റു ഫിഷിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, രണ്ടുപേരും അഗ്രസീവ് ആവും, നല്ലോണം ഫ്ലെയർ ചെയ്യും, കാണാനും ഭംഗിയായിരിക്കും. അതിങ്ങനെ ചെയ്യണം കേട്ടോ. ചെറിയ ടിപ്പാണ്, അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും ഇവരുടെ വൈൽഡ് പെറ്റാസിൻ്റെ ബ്രീഡിങ് സീരീസ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സൗണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ലല്ലോ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൗണ്ടിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനിയും ഇതേപോലത്തെ കിടിലൻ വീഡിയോസിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ബിറ്റാസിനെ മേടിച്ച ഗ്രീൻ ഐ പെറ്റ് സിറ്റീനെ മറക്കേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടിരിക്കുക. താങ്ക്സ്, നല്ലൊരു ഫിഷായിരുന്നു നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇത് നമ്മുടെ ബറുസായി ആണ്, അതിൻ്റെ ബ്രീഡിങ് പേരിൻ്റെ മെയിലാണ്ടാ. അപ്പോൾ ഇവരുടെയൊക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് തന്നെ സെയിലിനായിട്ട് വരും. ഇവർ നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് ബീറ്റാസ് നമ്മുടെ ഫാമിലേക്ക് വരുന്നുണ്ട്, എടുത്തിട്ടുമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുമുണ്ട്. സെയിലിനായിട്ട് എന്തായാലും 1 മാസം കഴിയൂട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ ബീറ്റാസിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവരൊക്കെ സെയിലുള്ള വേണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവാൻ അക്കൗണ്ടിക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. കൂടെ കിഡിലൻ ഗീവ് അവേസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓഫേഴ്സ് ഒക്കെ അതിനകത്ത് ഇടുന്നുണ്ട്. ഓടാ അത് ഡെയിലി നമ്മൾ വീഡിയോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും സ്റ്റോറി ആയിട്ടൊക്കെ സെയിലിനുള്ള ഇതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഒരിക്കൽ കൂടി കിഡിലൻ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.